ഉം, പ്രിയപ്പെട്ടവരെ, ഞാനൊരു കോളേജിലേക്ക് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടാവും? ദുറാശം കണ്ട, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇട്ടതും ഇനി ഇടാൻ പോകണമെന്നൊക്കെ നിങ്ങൾ ഇനിയിപ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള കേസല്ല, നിങ്ങൾക്ക് തന്നെ ഇഷ്ടാവും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റിംഗ് ആണോ, ഇൻട്രസ്റ്റിംഗ് അല്ലേ എന്നുള്ളതാണ്. അല്ല, ഞാൻ കോളേജിലൊക്കെ പഠിപ്പിച്ച ഒരാളാണ്. അതിനോട് കോളേജിൽ എന്നിട്ടാണ് ഇത്ര വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു പ്രത്യേകതരം അവസ്ഥ. ഇവർ എന്തിട്ടൊക്കെ എങ്ങനെ പറഞ്ഞ് കേൾക്കണമെന്നല്ലത് നേരിട്ട് കാണുന്നതല്ലേ. നിങ്ങൾ മൂന്നാല് ഗ്രൂപ്പുകളുണ്ട്. ഞാൻ അടുത്ത് തന്നെ കോളേജിലേക്ക് പ്രൊഫസർമാരുടെ അടുത്തേക്ക്, അവിടുത്തെ പ്രിൻസിപ്പൽമാരുടെ അടുത്തേക്ക്, പള്ളിയിലെ അച്ഛന്മാർ നടത്തുന്ന കോളേജുകളിലേക്കൊക്കെ ഞാൻ ഒരു സ്റ്റാർട്ടപ്പായിട്ട് വരുന്നുണ്ട്. അല്ല, ഇത് മാന്യമായിട്ടൊരു സ്റ്റാർട്ടപ്പിനുള്ള ഇത് ഇട്ടിട്ട് പോലും ഇല്ല. ഇത് വഴമ്പണം ചിലപ്പോൾ നാളെ ഞാൻ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ഈ ചെയ്യാൻ പോണ കാര്യത്തിൻ്റെ ഒക്കെ ബുദ്ധിമാന്മാരുടെ നിൽക്കുകയാണെങ്കിൽ ഇത് എന്തിട്ടാ ലോകം ഞാൻ ആലോചിക്കുന്നു. ഇത് പോസിറ്റീവായിട്ട് പോകണമെങ്കിൽ പോട്ടെ, അത്രയും പറയുള്ളൂ. ഇത് രാജ്യം മുഴുവൻ കാണണമെങ്കിൽ കാണട്ടെ, ലോകം മുഴുവൻ കാണണമെങ്കിൽ കാണട്ടെ. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ മാറ്റങ്ങൾ വരുത്താം, ബുദ്ധിയുള്ള ജനങ്ങളാക്കാം. ഒരു തലമുറനെ, അടിപൊളി തലമുറനെ വളർത്തിയെടുക്കാൻ സുഖമായിട്ട്. ഒരു പ്രത്യേക രീതിയാണെങ്കിൽ ഒരു അങ്ങനെ അനങ്ങുക എന്നുള്ളതാണെന്നേ. അതായത് ഒരു തലമുറയാണ് നമ്മൾ പറയുമ്പോൾ ഒരു 1 to 100 വയസ്സ് വരെ ഉള്ള ഒരു ഒരു ഇങ്ങനെ എടുത്ത് ഗവൺമെൻറ് സുഖമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ജാതി സെൻസസ് ഇവിടെ നടത്തണം, എത്രയും പെട്ടെന്ന് നടത്തണം. അത് പ്രൊഫഷണലായിട്ട് നടത്തണം. ഈ ജാതി സെൻസസിൻ്റെ സ്റ്റാർട്ടപ്പ് ഞാൻ പറഞ്ഞുതരാം. അത് എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചുള്ള സ്റ്റാർട്ടപ്പ് ആർക്ക് വേണം ചെയ്യാം, ഏത് ഗവൺമെൻറ്റും ചെയ്യാം, വിവരമുള്ള ഏത് ഗവൺമെൻറ്റും ചെയ്യാം. ഇഷ്ടമാണ് ചെയ്യ്. ജനം നിനക്ക് എനിക്ക് പറഞ്ഞൂടെ ജാതി സെൻസ് എടുക്കണം, അതെങ്ങനെ എടുക്കാന്നുള്ളത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കാര്യം പറയാം, അടുത്ത എപ്പിസോഡിൽ പറയാം. പിന്നെ പിന്നെ എന്നുള്ളത് കോളേജ് ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കോളേജ് ക്യാമ്പസിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഞാൻ തന്നെ ആലോചിക്കണേ. അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിലുണ്ട്. അപ്പോൾ കോളേജ് കുട്ടികൾ എന്ന് പറഞ്ഞവർക്ക് അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഇവിടെ എഴുതി അതിൻ്റെ ഇടയിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആലോചിക്കട്ടെ. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്. എന്ത് പ്രോഗ്രാം? അപ്പോൾ നാട് നന്നാക്കാൻ ഉചിതമായ ഗവൺമെൻറ് ഉണ്ടെങ്കിൽ അവർക്ക് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങൾ എന്നോട് എൻ്റെ ശത്രുവായിട്ട് കാണരുത് പ്ലീസ്. നമ്മളൊരു പരിധിവരെ കണ്ടതല്ല ഈ ലോകം, അല്ലേ? തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നാണ് ഞാൻ പറയണേ. ഒന്നീ ക്രോധത്തെ നശിപ്പിക്കുക, നമ്മൾ ഈ വിവരമില്ലായ്മയിൽ കയറിയിട്ട് ഉണ്ടായ ഓരോ കാര്യങ്ങൾ ആ ജീവൻ നശിപ്പിക്കാണ്ടിരിക്കുക, മറ്റുള്ളവർ ജീവൻ നശിപ്പിക്കാണ്ടിരിക്കുക. നമ്മുടെ നാട് നിൽക്കണത് ഇങ്ങനെയാണ്. അങ്ങനൊരു ടീമുകളുടെ ഉണ്ടായി കഴിഞ്ഞാൽ അത് എന്തിട്ട് നമ്മൾ ചെയ്യാൻ പറ്റിയത്? കുറെ പേടിച്ച് ജീവിക്കണം. എല്ലാവർക്കും പേടി എന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള പേടി അല്ലേ? ഈ മരിക്കാനുള്ള പേടി ഉണ്ടാക്കണമെന്ന ആൾക്കാർക്ക് ഒരു നിലവാരമൊക്കെ വേണ്ട. ഇഷ്ടത് നിങ്ങൾ ഈ നാട്ടിൽ ആരും പേടിക്കണ്ടല്ലോ, അവർക്കൊരു നിലവാരമില്ല. നിങ്ങൾ ആലോചിക്കണം. ആ പേടിക്കുന്നവർക്ക് അവർ നിങ്ങളുടെ തൊട്ടടുത്തുണ്ട്. എന്തോ കാര്യത്തിന് നാളുണ്ടാവും വിചാരിച്ചിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് നിങ്ങൾ ആരും പേടിക്കുന്നത് ആ സിസ്റ്റത്തിന് തെറ്റാണെന്നേ. അതിന് പ്രത്യേകിച്ചൊരു ഇതിനൊക്കെ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നണം തന്നെ, അത് എൻ്റെ മേത്തി വയ്ക്കരുത്. അത് അത്രയ്ക്ക് നെഗറ്റീവ് കൂടെ ഇൻഫിനിറ്റിയിലാണ്. നെഗറ്റീവ് ഇൻഫിനിറ്റിയാണ് നമ്മുടെ ബുദ്ധിയും നമ്മുടെ എല്ലാം പോണത്. ഈ ഉമാമൻ എന്ന് പറഞ്ഞ ലേഡിയൊക്കെ ഭയങ്കര സ്പീഡും എഴുത്തിലും, അവിടെ എന്തോ ഒരു ബുദ്ധിയുള്ള ലേഡിയാണ്, നല്ല സ്പീഡും. ആരൊക്കെ അവിടെ എവിടെ കൊല്ലുന്നുണ്ട്. എന്തിനാ എന്നെ മെക്കെട്ട് കയറുന്ന എനിക്കൊരു പിടുത്തം കിട്ടണില്ല. ഇപ്പോൾ നമ്മൾ സ്നേഹിച്ച ഒരാളൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ജോലി കളഞ്ഞിട്ട് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ ഐ ഫെൽറ്റ് വാട്ട്, അതാണ് എന്നെ ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നത്. ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മളെ ബന്ധപ്പെട്ട ടീമുകളിലെ ആൾക്കാരൊക്കെ എൻ്റെ ജോലി കളഞ്ഞതിൽ അത്രയും മൈന്യൂട്ട് പോയിന്റിലാണ് നിന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക, അത് സംഭാഷണ വിഷയമാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അത് ഒരുപാട് മക്കളുടെ ബുദ്ധിയിൽ പറഞ്ഞ പോലെ മക്കളുടെ ബുദ്ധിയിലേക്ക്
ആ മോനെ ഞാൻ അവൻ്റെ ജോലി കളഞ്ഞുറാ, അമ്മേ അമ്മേ എന്ന് വിളിക്കുന്ന ഒരു സ്നേഹം ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുന്നൊരവസ്ഥ, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ഗ്രൂപ്പുകൾ ആ ലേഡിയുടെ അറ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ? എന്തുകൊണ്ട് ഞാൻ എന്തിനാണ് എന്നെ ചെയ്തത്? അപ്പം ഇതിന് മറ്റേ സിനിമ സ്റ്റൈലിൽ പകരം വിട്ടാനോ അല്ലെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയമെന്നേ. ഞാൻ ഇതാണെന്നേ. അണ്ട് ആ ലേഡി എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ ലേഡിയുടെ ഒരു മൈൻഡ് സെറ്റപ്പ് ഒരു ഗോസ്റ്റ് ആണോ അവള്? ഈസ് ഷി എ ഗോസ്റ്റ്? ഇനി ഞാൻ ഓരോ പേരുകൾ പറഞ്ഞിട്ട് ഇത് വലിയ ഇതാവണമെന്ന പേര് പറയാൻ പേടിക്കണമെന്നല്ലേ? നമുക്ക് അങ്ങനത്തെ ഒരു പൊട്ട ലെവലിൽ ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഞാൻ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ 5 വർഷം നേരിട്ട് കണ്ടിട്ടുള്ള അവളെ സ്നേഹം ചെയ്ത ഗ്രൂപ്പിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ പെരുമാറി നേരിട്ട് കണ്ട ഒരു പ്രശ്നമില്ലാത്ത ഒരാൾ എൻ്റെ ജോലി കളയുടെ ഒരു അമ്മയായിട്ട് നിന്ന് സ്നേഹം പിടിച്ച് പറ്റാന്ന അണ്ട് ഇപ്പോഴെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന അണ്ട് ഈ ഓഡിയോ ലെവല് ഒരു മൊബൈലിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ നിന്ന് അന്നെ തന്നെ ആലോചിച്ചിട്ട് എന്തിട്ടാണ് ചൊറിച്ചുമല്ലാന്ന. ഇവർ ഈ മോദിനെ ഞാൻ നാളെ കാണും, സന്ദീപ് വാജ്പേയിനെ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഇവരെ കുശുമ്പുത്തിയിരിക്കുകയാണ്. ഞാൻ സിനിമയിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഓരോ അടിയും റിപ്പോർട്ട് ചെയ്തിട്ട് കാത്തിരിക്കേണ്ട ലോകം ഉണ്ടെന്നാ. അതിലെൻ്റെ ജോലി കളഞ്ഞ ലേഡി ഉണ്ടെങ്കിൽ ഞാൻ എന്തിട്ടാണ് ഈ നാടിൻ്റെ അവസ്ഥ? എന്നിട്ട് അവരെ ഇത് ഞാൻ ഇത് എന്തിട്ടൊക്കെ ഇവിടെ നടക്കണേ നാട്ടിലെന്നേ ഞാൻ പറയണമെന്ന് അറിയില്ല. എന്നെ മനസ്സിലാക്കുന്ന കൂട്ടുകാരന്മാർ പോലും ഇല്ലേ? ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറഞ്ഞിട്ട് വീണ്ടും വന്ന മെസ്സേജ്. ടെമ്പറേച്ചർ ഓരോ അവസ്ഥ ഞാൻ എന്തിനു ചെയ്യണേ? ഞാൻ എഴുതിന് ചെയ്യണേ? ഞാൻ ആ എഴുതാൻ ആലോചിക്കുന്ന കാരണമാണ് നിനക്കത് മനസ്സിലായി. അങ്ങനത്തെ ഉത്തരവാണോ പറയണേ? ആ ലേഡിയുടെ മൈൻഡ് സെറ്റപ്പ് നിങ്ങളൊന്നും മനസ്സിലാക്കാത്തന്നേ. ജോൺസന്റെ മുഖത്ത് കൃഷ്ണദാസ് പുറത്ത് എന്ന് പറഞ്ഞ പേരിൽ ഒരുത്തൻ അവിടെ നിന്ന് നിങ്ങളുടെ അടുത്ത് എന്ത് തെറ്റിന്റെ പേരിലാണ് ഒരു ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളൊക്കെ എൻ്റെ ജോലികളല്ലേ ആ ചേച്ചി ഇങ്ങനെ നിൽക്കണതിൻ്റെ അർത്ഥം? ഭാസ്കർ വിൽസിലെ വേട്ടനായ എന്ന് പറഞ്ഞൊരു ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു മനക്കുളണ്ടായിരുന്നൊരു മാഷ്, അത്യാവശ്യം ഒരു വൃദ്ധത്തോടത്തെ ഒരു മാഷയുടെ മുഖഭാവങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത്. റേഡിയോഗ്രാഫി റേഡിയോ സ്റ്റൈലിൽ പേടിപ്പിക്കുന്ന ആ എഴുത്തിൻ്റെ ഒരു മനോഹാരിത. ആ എഴുതിയത് ആർതർ കോനൻ ഡോയലിൻ്റെ അല്ലേ? എന്താണ് അതിന് ഇംഗ്ലീഷിൽ എനിക്കറിയില്ല കേട്ടോ. ഭാസ്കർ വിൽസിലെ വേട്ടനായ എന്നാണ് പറയാറ് ഞങ്ങൾ. ഹണ്ടിങ് ഡോഗ് ഓഫ് ഭാസ്കർ വിൽസ് ആവോ എനിക്ക് ഉറപ്പില്ല. അതേപോലത്തെ ഈ റേഡിയോ ലെവലിൽ ആ ഒരു എഴുത്തിൻ്റെ ഒരു ഭീകരതയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നല എപ്പോഴും. ഞാൻ വിട്ടു, ഈ കേസ് ഞാൻ വിട്ടുന്നേ. എത്രയൊക്കെ ഒരു 2-3 കൊല്ലം മുമ്പ് കഴിഞ്ഞ സംഭവമാണിത്. പക്ഷെ അവരിങ്ങനെയാണ് നിൽക്കുന്നത്. എനിക്കൊരു എൻ്റെ അമ്മേ ഇത് അല്ല അതിന് വേണ്ടി ഇപ്പം എന്നെ കൂടുതൽ റിപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ അതിന് സഹായിക്കുകയാണ് ചെയ്യണേ. ദാറ്റ് മൈൻഡ് സെറ്റപ്പ് അതെനിക്ക് തോന്നണമെന്നാണോ? ഇനി തോന്നണതാവാം. നമുക്ക് സമാധാനം ഉണ്ടല്ലോ. ഇതിപ്പോൾ ഞാൻ ഇടാനൊന്നും പോണില്ല, എൻ്റെ ആത്മകഥയായിട്ട് പറയണതാവാലോ, ഞാൻ പബ്ലിക് ആക്കാമല്ലോ. ഇത് സമാധാനം ഉണ്ട്. ആ ലേഡിക്ക് ഇത് ഫസ്റ്റ് തന്നെ കേട്ട് അഭിപ്രായം പറഞ്ഞ് വീണ്ടും ചിന്തിച്ച് ആർക്കും റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ലോകം, എന്താണ് സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്ന ആ ലേഡി? അത് നേരിട്ട് പറയാനുള്ള ചങ്കൂറ്റുണ്ടാ? കൃഷ്ണദാസ് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇടപെട്ടതെന്ന് പറയാൻ എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? വാട്ട്സ് എ ബേസിക് റീസൺ ഒന്നില്ലേ? കണ്ടു കിടന്ന ഒരു കൂട്ടുകാരന്മാരെ പോലെ കണ്ട് കല്യാണങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഒരു ശ്രീത്തിൻ്റെ കല്യാണത്തിന് നമ്മുടെ എറണാകുളത്തൊക്കെ നമ്മൾ പൊട്ടണ്ട പോലെ പോയത് ഇവരെന്ത് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നത്. ആ ലേഡിയാണ് എനിക്ക് തോന്നണം. എനിക്ക് ആ ജോലി കഴിഞ്ഞ മെസ്സേജ് അയച്ച ആ ഒരു ലേഡി ഒരു 6-7-80 ഭാഷയെല്ലാം കണ്ട് എന്തോ ദേഷ്യത്തിൽ എന്താണ് സ്പീഡ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലേഡീനെ ഈ റൈറ്റ് വിങ്ങിലേക്ക് ആക്കി കഴിഞ്ഞാൽ രാജ്യത്തിന് മാറ്റങ്ങളുണ്ടാവും. അതിന് നല്ല സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിലിരിക്കുന്ന ബുദ്ധിയായിരിക്കും ആ ലേഡിക്ക്. മാക്സിമം നേരത്തെ പറഞ്ഞ കൊസ്മിൻ്റെ ഒരു മോഡത്തിലിരിക്കുക, അതുപോലെ മെറ്റീരിയാലിറ്റി ഓഫ് മൈൻഡ് ഇരിക്കുന്നത്. ഈ ലേഡീനെ പിടിച്ച് റൈറ്റ് വിങ്ങിലേക്ക് എടുക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആളാക്കിയാൽ മതി. നല്ല സ്പീഡും ബുദ്ധിയും ഗ്രൂപ്പ് ഉണ്ടാക്കാനും കുശുമ്പ് പറയണം തമാശ പറയണം ഒക്കെ ടോപ്പാണെന്നേ. ഈ ലേഡീനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരുപാട് സ്നേഹങ്ങളുണ്ടാവും.
പിന്നെ ഒരു കൂട്ടുകാർ ഗയാബുണ്ടിനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഗയാബുണ്ട് വരാൻ തുടങ്ങുകയാണെങ്കിൽ അത് സൂപ്പറാ. ഇവരൊക്കെ പറയാൻ ഇപ്പോഴത്തെ അവസരക്ക് പേടിയാ. ഒരു ഇൻബോക്സിൽ പോയി കഴിഞ്ഞാൽ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നണേ. പേടിയെടുത്ത് ഇൻബോക്സിൽ പോകാൻ കൂട്ടുകാരന്മാരുടെ ഈ പറഞ്ഞ ഡോട്ട് കിട്ടുമ്പോൾ 10 രൂപ ചോദിക്കുമെന്ന് പറഞ്ഞ് വിഷം കുത്തി വെച്ചിറക്കുന്ന ഒരു ലോകം. ഇതിൽ ഇടപെടുന്ന ആൾക്കാർ നിൽക്കണ ഇവർ ഇത് എവിടെ ഞാനിപ്പോൾ ഭയങ്കര സംഭവമാണെന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്ന ചങ്ങാതി. ഈ അവസ്ഥ നമ്മുടെ ഫോണൊക്കെ ഹാക്ക് ചെയ്ത് ആരും കുറ്റം പറയാറില്ലേ? നമ്മളൊക്കെ വല്ലപ്പോഴും ആരെങ്കിലും കുറ്റം പറയും. ഇത് നമ്മൾ അറിഞ്ഞ ഒരു കൂട്ടുകാരോട് സംസാരിച്ച് വേറെ കൂട്ടുകാരെന്ന് പറഞ്ഞു, ഇത് ആ കൂട്ടുകാരനെ വിളിച്ച് അവൻ നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കേൾപ്പിച്ച് ആൾ അതിൻ്റെ കൂടെ നിന്ന് അത് ഞാൻ കേട്ടു എന്ന് അറിയാണ്ട് എന്നോട് അഭിനയിച്ച് ഞാൻ ഇതിന് ടെൻഷൻ അടിച്ച് നടക്കേണ്ട അവസ്ഥ വരുന്നേ. മിണ്ടാണ്ടിരിക്കണം. ഫോൺ ഉപയോഗിക്കുകയാണല്ലോ സാർ. ഞാൻ മാത്രം കുറ്റം പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴും എന്തിട്ടിന് ഇത്ര വലിയ കുറ്റന്നേ. നിങ്ങളൊക്കെ ഭയങ്കര ഡീസൻ്റ് ആ രീതിയിലേക്കല്ലേ എത്താൻ പോണേ. നിങ്ങൾ ഡീസൻ്റ് തന്നെ ആയിക്കോ, എന്തെങ്കിലാവട്ടെ. എന്തെല്ലാം പേടിക്കണേ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട്. നിങ്ങൾ എന്നെ ചെയ്തതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ കഥ എഴുതിയൊരു ഇത് എന്തിട്ട് നെഗറ്റീവാണോ ജീവിച്ചിരിക്കണോണ്ട് ഇപ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ കൂടി ചിന്തിക്കണല്ലേ? അതന്നെ അവസ്ഥ. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തിന് വേണ്ടി ചെയ്യാണ്ട്. ഞാൻ നിങ്ങളെ പോലെ നെഗറ്റീവ് എനർജി വഹിക്കുന്ന ഒരാളല്ല, പോസിറ്റീവ് എനർജിയുടെ ആളാണ്. അല്ലെങ്കിൽ 150 കോടി ഇതൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? 150 കോടി ജനം, അധ്വാനിക്കുന്ന ജനവിഭാഗം, ദാരിദ്ര്യ വിഭാഗം, ഇവരുടെ എങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കണ കാര്യം. ഇവർക്ക് നാളെ നന്നാവണം. ഇവരൊരാൾ നന്നാവുമ്പോൾ രാജ്യം നന്നാവുന്ന അവസ്ഥയിലുള്ള സ്റ്റാർട്ടപ്പുകൾ, ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് സിദ്ധാന്തങ്ങളാണ് വേണ്ടത്. പണത്തിൻ്റെ മൂല്യമോ പണത്തിൻ്റെ അവസ്ഥയോ അല്ല പ്രശ്നം. അധ്വാനിക്കുന്ന ജനവിഭാഗം, ആരാണോ അധ്വാനിക്കുന്നത്? എൻ്റെ പഞ്ചഭൂതത്തിൽ പോകുമ്പോൾ ഫുഡല്ലേ, അത് ഏത് ബ്രാഹ്മണത്തിലായാലും എവിടെയായാലും. അപ്പം അതിനെ ചതിച്ച് ഈ അറ്റത്തിരിക്കുന്ന അമേരിക്ക ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ കുണ്ടുകുടി പാടന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മുക്കിലും ഓണക്കാരമൂലം എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുന്ന അധ്വാനത്തിൻ്റെ മൂല്യം അവർക്ക് കൊടുക്കാണ്ട് അവരടിമകളായിട്ടൊരു വിവരം വയ്ക്കാതെ ജനതയായിട്ട് അടിച്ചമർത്തി അവരെ കൂലി തകർത്തി അവരെ ആരോഗ്യം തകർത്തി അവരെ ജാതീയമായി അധിക്ഷേപിച്ച് അവർക്ക് ആ ഒരു ഗ്രാമത്തിൽ തന്നെ ഈ ഒരു ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടം കൊടുത്ത് അത് തന്നെ മുരടിപ്പിച്ച് അതില്ലാണ്ടാക്കി. ഈ സാധനം ഇതൊരു ദാദാഭായ് നവറോജി പറഞ്ഞ സാമ്പത്തിക ചോർച്ച സിദ്ധാന്തം. ഈ സാമ്പത്തികത്തിലേക്ക് നോക്കുള്ളൂ. ഈ അധ്വാനിക്കുന്ന വിഭാഗം നശിക്കുന്നത് കാണില്ല. ഈ രാജ്യത്ത് ഒരിക്കലും സംഭവിക്കരുതെന്നേ. അതെന്താ പറഞ്ഞാൽ നിങ്ങൾ ഹംപിയിലെ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ കാണുക. എന്നിട്ട് അവിടെ കാണിച്ചു വെച്ചാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ ഈ ജ്യോതിശാസ്ത്രം. നമ്മുടെ ഈ ജാതീയമായി ഇപ്പോൾ കല്ലെടുത്ത് വരുന്ന ആൾ വരെ ബ്രാഹ്മണനായിരുന്ന രീതിയിലാണ് ഇവിടെ ജാതീയ വ്യവസ്ഥ. ആൾ അധ്വാനിക്കുന്ന ആൾ തന്നെയായിരുന്നു എന്ന്, ആൾക്ക് അറിവുണ്ടെന്ന്. നമ്മുടെ ക്ഷേത്രീയ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എവിടെ ഇല്ല സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഏറ്റവും ആദ്യം ഉണ്ടായത് ഇവിടെ തന്നെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരുന്നേ. ഏറ്റവും ആദ്യം പോസിറ്റീവായിട്ടുള്ള സർക്കിളിങ്ങിൽ ഉണ്ടായിട്ട് ലോകത്തെ ഓരോരോ സ്ഥലമാണ് ഭാരതം. ഈ അധ്വാനം ഇവർ ഇപ്പോഴും അവിടെ ഇവരൊരു തലമുറ ഉണ്ട്. പക്ഷെ അവരെന്ത് ജോലി ചെയ്യണമെന്ന് എന്തിട്ട് അതിൻ്റെ ഒരു മൂല്യം ഒന്നും ഇവർ അറിയണില്ല. അപ്പോൾ അത് വളരെ കോർഡിനേറ്റഡ് ചെയ്ത് മോദി ഗവൺമെൻറ് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ കേരളത്തിലാണെങ്കിൽ നടത്തി കൊടുത്താൽ മതി. ഞാൻ രാഷ്ട്രീയം എന്തിട്ടാണ് പറയണത്? നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവരുടെ പെണ്ണുങ്ങൾ വിഷമിക്കുക. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പോവുക. അല്ലാണ്ട് എന്തിട്ട് നടക്കണം ഇവിടെ? അപ്പോൾ ഇവിടെ ഉള്ളവർ ഇവിടെ ഇരുന്നോ? ഇവിടെ മോദി ഗവൺമെൻറ് ശരിക്കും രാജ്യത്തിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആൾക്കാർ രാജ്യം നന്നാക്കുന്ന രീതിയിലാണ് ഭരിക്കേണ്ടത്. ഇനി ഭരണം ഇസ് എ സർവീസ്. ഇവരുടെ സർവീസ് ആക്കുമെങ്കിലും അതിൽ നമ്മൾ സുപ്രീം കോടതിൻ്റെ നിയമങ്ങളൊക്കെ എടുത്ത് ബ്രിട്ടീഷ് നിയമം എന്ന് പറയുമ്പോൾ മുഖം ചുളിച്ച് നടക്കാമെന്നല്ലാണ്ട് അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് അടിച്ച് അവൻ അറസ്റ്റ് ചെയ്യും, അവൻ സുപ്രീം കോടതി വലിയ അവൻ അറസ്റ്റ് ചെയ്യണം, നമ്മൾ അങ്ങനെ നടത്തുന്ന കാര്യം വലിയ അവൻ നശിക്കണം, അവൻ ഇല്ലാണ്ടാവണം. ജനങ്ങൾ ഉയർന്ന് കൃത്യമായിട്ട് ചിന്തിക്കണം. നമ്മുടെ രാജ്യം രക്ഷിക്കേണ്ട സമയത്ത് രക്ഷിക്കണമെന്ന് ഇൻ്റലക്ച്വലായുള്ള ചിന്തകൾ ഉണ്ടാവണം നമുക്ക്. ഇത് 150 കോടി നമ്മുടെ ഈ ജനങ്ങളെ എത്തിക്കണമെന്ന് ഞാൻ പറയുമ്പോൾ ഈ ഇങ്ങനെ തണ്ടലൊടിഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കേണ്ട ജനതയായിട്ട് പണിക്കൂലി ഈ ഫാക്ടറി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണ വെയിൽ കൊണ്ട് വർക്ക് ചെയ്യണ തൊഴിലാളി കുടുംബം,
അല്ലെങ്കിൽ ആണും പെണ്ണ്, അല്ലെങ്കിൽ അതുപോലെ പെണ്ണുങ്ങൾ വൃന്ദക്കാരുടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോ ഫാമുകളിലെ കേസുകളൊക്കെ സൗത്ത് ഇന്ത്യയിലും ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് അവർ. ഇതെല്ലായിടത്തും ഉണ്ട്. ഇവരെ നശിപ്പിച്ചിട്ട് ഇവിടെ ഒന്നും ചെയ്യരുത് ഞാൻ പറയണെന്ന്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു നിർത്തിയത് ഒരു ഉഗ്ര സംഭാഷണ. പക്ഷെ അതിലേക്ക് കണ്ടിന്യൂറ്റി കിട്ടണില്ല. നേരത്തെ പറഞ്ഞ ഈ ജോലി കളഞ്ഞ ആ ലേഡിയുടെ പേര് പറയാനോ അല്ലെങ്കിൽ അതിൻ്റെ പേര് സിനിമ സ്റ്റൈലിൽ നിങ്ങളുടെ മറ്റേ യൂട്യൂബ് ചാനലിൽ മറ്റേ ഈ ഓൺലൈൻ വഴക്കുള്ള പോലെ ഞാനിങ്ങനെ പേര് പറഞ്ഞ് അങ്ങനെ വഞ്ഞു ഇങ്ങനെ വഞ്ഞു, അതല്ല ഇവിടുത്തെ വിഷയം. ഞാൻ ചെയ്യണത് ഇതാ. എത്ര ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നേ. ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഞാൻ അനുഭവിച്ചു. എനിക്ക് വിഷമമുണ്ട്. ഇനിയിപ്പോൾ ഇത് നേരിട്ട് കാണുമ്പോൾ എന്തൊരു ചെയ്യാൻ എൻ്റെ ഇതനുസരിച്ച് എന്തെങ്കിലും നേരിട്ട് അവൾക്ക് നമ്മൾ വരണത് പറയാൻ പറ്റുമായിരിക്കും. റിപ്പോർട്ട് കൊടുക്കണ്ടാവും. ഞാൻ പറഞ്ഞത് അവൾക്ക് പോകാൻ പറ്റും. അപ്പോൾ അത് വിചാരിച്ചിട്ട് നേരിട്ട് എന്തെങ്കിലും കാണണം എന്നിട്ട് ചെയ്യാൻ എന്നിട്ട് പറയാ. ആ മെസ്സേജ് അയച്ച ആളാരാണ്? എന്ത് ലോകം! ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ നെഗറ്റീവ് ആവുക. അപ്പോൾ നമ്മുടെ മൊബൈൽ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പോയിന്റ് ഓഫ് ഫേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരനാവുക. നമ്മുടെ സംസ്ഥാന ചിന്തകൾ, പഞ്ചായത്ത്, ബ്ലോക്ക് വിട്ടിട്ട് രാജ്യം എന്ന മൊത്തം ചിന്തയിൽ നമ്മൾ മാറാൻ ശ്രമിക്കുക. അതിനുവേണ്ടി സെൻട്രലൈസ്ഡ് വിവരം ഉണ്ടാക്കുക നമ്മൾ. എന്നാലും നമുക്ക് നല്ലൊരു തലമുറനെ വളർത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇതിൽ കുശുമ്പ് വേണ്ട. ഈ പറഞ്ഞ ടീമുകൾക്ക് പൈസ ഇട്ട് കൊടുക്കാനോ പൈസ ഈ കൂലി കൂട്ടാനോ അതിൽ കുശുമ്പ് വിചാരിക്കരുന്ന്. അഭിമാനം. ഈ ബ്രാഹ്മണന് ദാനം കൊടുക്കണമെന്നും ഇവരുടെ കൂലി കൂട്ടിയിടുന്നതും പുണ്യമായിട്ട് കരുതണം. നമ്മൾ ശാരീരിക അധ്വാനത്തിൻ്റെ കൂലി കൂട്ടിയിടുന്നത് പുണ്യമായിട്ട് കരുതണം. ഇത് വീട്ടുകാരൊരിക്കലും ബാധിക്കില്ല. അത് ഞാൻ പറയാം. നിങ്ങൾ പേടിക്കില്ല ഓരോന്ന് പറയുമ്പോഴേക്കും. ഇതൊരിക്കലും ഒരു വീട്ടുകാരെ സിസ്റ്റത്തിൽ നിങ്ങൾ ഇപ്പോഴേ പേടിക്കല്ലേ. നാളെ കൂലി കൂട്ടി നിങ്ങളുടെ ഇതുവരെ സമ്പാദിച്ച ചിന്താഗതിയൊക്കെ തെറ്റാണോ എന്നുള്ളത്. അങ്ങനത്തെ സംഭവം ഇല്ല. അതൊക്കെ രാജ്യമായിട്ടെടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോണേ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഗുഡ് നൈറ്റ്.